വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും നിമിഷങ്ങളും അവന്റെ ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളും ഓരോ കൊല്ലങ്ങളും അവന്റെ ജീവിതത്തിന് കൃത്യമായൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഒരു ഹദീസ് തന്നെ അതിന്റെ എത്രയോ അർത്ഥപൂർണമായ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അള്ളാന്റെ ഹബീബ് നബി തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. 2024 ഇപ്പോ തുടങ്ങിയുള്ളൂ ഉസ്താദേ, അതിനിടയ്ക്ക് 2025 പിറന്നല്ലോ എന്ന് ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും നമ്മുടെ കൂട്ടുകാരോട് പറയാറുണ്ട്. അതിന്റെ ആവലാദികളും വേവലാദികളും ഒക്കെ പറയാറുണ്ട്. 2024 കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ പറയാറുണ്ട്. 2024 വയനാടിന്റെ ദുരന്തം കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ 2024 ഏറ്റവും മോശമായ ഒരു വർഷമായി പലരും വിലയിരുത്താറുണ്ട്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. വിശ്വാസിക്ക് കൃത്യമായൊരു പാഠമുണ്ട്. വിശ്വാസിയുടെ ജീവിതത്തിന് ധാരയുണ്ട്. ആ ധാരയനുസരിച്ചാണ് വിശ്വാസി ജീവിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഹദീസിലൂടെ കാലചക്രത്തിന്റെ ആ കറക്കിനെ സംബന്ധിച്ച് അള്ളാന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും പരസ്പരം പറയാറുള്ളത് പോലെ ഒരു മാസം എത്രയോ കടന്നുപോയി, എത്രയോ വേഗതയിലാ കടന്നുപോയത്. ഒരു ദിവസം എത്രയോ വേഗതയിലാ കടന്നുപോയത്. ഒരു വർഷം എത്രയോ വേഗതയിലാ കടന്നുപോയത്. എന്റെ ഉമ്മ മരിച്ചിട്ട് ഒരു വർഷമായത് ഞാൻ അറിഞ്ഞിട്ടില്ല ഉസ്താദേ എന്നെത്രയോ പേര് പറയാറുണ്ട്. അള്ളാന്റെ ഹബീബ് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ യതഖാറബസ്സമാൻ, സമയങ്ങൾ പരസ്പരം അടുത്തടുത്ത് വരുന്നതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫതകൂനു സനതു കശ്ശഹരി, ഖിയാമത്ത് നാളാകുമ്പോ ഒരു വർഷം കടന്നു പോകുന്നത് ഒരു മാസത്തിന്റെ വഴിദൂരം കണക്കെയാണ്. ഒരു മാസത്തെ പോലെയാണ് ഒരു വർഷം കടന്നു പോകുന്നത്. വശഹറു കൽ ജുമുഅ, ഒരു മാസം കടന്നു പോകുന്നത് ഒരാഴ്ച പോലെയാണെന്ന് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. വതകൂനുൽ ജുമുഅതി കൽ യൗമി, ഒരാഴ്ച കടന്നു പോകുന്നത് ഒരു ദിവസത്തെ പോലെയാണ്. വതകൂനുൽ യൗമു കസ്സാ, ഒരു ദിവസം കടന്നു പോകുന്നത് ഒരു മണിക്കൂർ പോലെയാണ്. വതകൂനുസ്സാ, ഒരു മണിക്കൂർ കടന്നു പോകുന്നത് കല്ലർമത്തി ബിന്നാർ, ഒരു തിരി കത്തിച്ചു വെച്ചിട്ട് ആ തിരി തീരുന്ന ദൂരത്തോളം അല്ലെങ്കിൽ അത് എത്ര സമയം വേണമോ ആ സമയം കൊണ്ടാണ് അവന്റെ ഒരു മണിക്കൂർ കടന്നു പോകുന്നത് എന്നുള്ള അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ വഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഞാനും നിങ്ങളും പറയാറുണ്ട്, ഒരു വർഷം എത്രയോ നേരത്തെയാ കടന്നു പോയിട്ടുള്ളത്, എത്രയോ വേഗതയിലാ കടന്നു പോയിട്ടുള്ളത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖിയാമത്ത് നാളിനോട് നാം അടുത്തിരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ആയുസ് കുറഞ്ഞിരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വർഷങ്ങളാണ് ഇനി കടന്നു വരാൻ പോകുന്നത്. 2024 സുഖലോലുപമായ 2025 വരാൻ പോകുന്നത്. അത് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ വഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വർഷത്തെ പ്രകൃതി ദുരന്തങ്ങളും നാം കാണുമ്പോ തലേ വർഷത്തെക്കാൾ ഭീകരമായ അവസ്ഥയാ പിറ്റേ വർഷം കാണുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് നബി തങ്ങൾ പഠിപ്പിക്കുന്നു, മാമിൻ ആമിൻ ഇല്ലാ വല്ലദീ ബഅദഹു ശർറുൻ മിൻഹു അതാതുൽഖു റബ്ബക്കും. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മാമിൻ ആമിൻ, ഏതൊരു വർഷമാകട്ടെ, ഇല്ലാ വല്ലദീ ബഅദഹു ശർറുൻ, അതിന് ശേഷമുള്ള വർഷം അതിന് മുമ്പുള്ള വർഷത്തേക്കാൾ ഭീകരമായിരിക്കും, ഷർറായിരിക്കും. ആരാ പറഞ്ഞത്? മുഖ്ബിറെ സാദിഖ് മുഹമ്മദ് മുസ്തഫ.
മുഖ്ബിറെ സ്വാദിഖ് മുഹമ്മദ് മുസ്തഫ. ഓക്കി ചുഴലിക്കാറ്റടിച്ച വർഷം നമുക്കറിയാം. അതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായി നമുക്കറിയാം. ഒക്കെ ഉണ്ടാകും. കൊറോണ ബാധിച്ച വർഷമൊക്കെ പലപ്പോഴും പലരും ആ വർഷങ്ങളെ പഴിക്കുകയും ശപിക്കുകയും ഒക്കെ ചെയ്തു. 2024 എത്തിയപ്പോ വയനാടിന്റെ ദുരന്തം നമുക്ക് നമ്മുടെ നെഞ്ച് കീറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വർഷവും അത് കഴിഞ്ഞുള്ള വർഷത്തിനേക്കാൾ ഭീകരമായ ശർറായിരിക്കുമെന്ന് ആദരവായ നബിയുനാ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹത്താ തുൽഖുവ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതുവരെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതുവരെ ഭീകരമായ ശർറായിരിക്കും നിങ്ങൾക്കിനി കടന്നു വരുന്ന ഓരോ വർഷവും. 2024 സുഖലോലുപമായ ഒരവസ്ഥയായിരിക്കില്ല ഇനി കടന്നു വരുന്ന 2025. 2025 കടുപ്പമായിരിക്കും 2026. അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതുവരെ ഓരോ വർഷവും അതിഭീകരമായിരിക്കും. ആദരവായി നബിത്തങ്ങൾ നമ്മോട് പഠിപ്പിക്കുമ്പോൾ അല്ലാഹു തആല നമുക്കെല്ലാം ശാന്തി സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ കടന്നു വരുന്ന പുതുവർഷമുണ്ടല്ലോ, ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചുള്ള പുതുവർഷത്തിന്റെ ഒരു പുതുവർഷമാണ് നാം ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. വിശ്വാസിക്ക് ആഘോഷമില്ല കേട്ടോ, ലോകം മുഴുവനും ആഘോഷിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. അഡ്വാൻസ് ആയിട്ട് ന്യൂ ഇയറിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ പേക്കൂത്തുകൾ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് കൃത്യമായി അതിനുവേണ്ടി കൃത്യമായി തയ്യാറായിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസിക്ക് ആ ധാര ശരിയല്ല, വിശ്വാസിയുടെ ചിന്ത ശരിയല്ല. അത്തരത്തിലുള്ള ചിന്തകൾ വിശ്വാസത്തിന്റെ എതിരാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമയങ്ങൾ ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും ഓരോ മാസങ്ങളും കടന്നു പോകുമ്പോൾ എത്ര വേഗതയിലാ കടന്നു പോകുന്നത്. ഓരോ സെക്കൻഡിനും നമുക്ക് ഏറ്റവും വലിയ മൂല്യമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്, ഒരു നിമിഷം വിലപ്പെട്ടതാണ്. ഒളിമ്പിക്സിലെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതുപോലെ എത്രത്തോളം ഒളിമ്പിക്സിൽ നമുക്കറിയാം, ഒരു സെക്കൻഡ് കൊണ്ട് എതിരാളിയായ ഒരാൾ മത്സരാർത്ഥി മുന്നേറുമ്പോൾ ആ പരാജയത്തിലുണ്ടാകുന്ന അതിന്റെ ദുഃഖവും വ്യഥയും എത്രത്തോളമാണ് എന്നതിൽ പങ്കെടുക്കുന്നവർക്കറിയാം. ആ ഒരു സെക്കൻഡിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു സെക്കൻഡ് കൊണ്ട് എന്തെല്ലാം ആ ഒരു സെക്കൻഡിലൂടെ അവന് വിജയിക്കാൻ സാധ്യമായിരുന്നു എങ്കിൽ അവന് സ്വർണ്ണ കപ്പ് അവന്റെ കയ്യിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ ഒരു നിമിഷത്തെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ അശക്തി കൊണ്ടോ ആ ഒരു സെക്കൻഡിനെ മറികടക്കാൻ അവന് സാധ്യമാകാതെ വന്നപ്പോ ഒളിമ്പിക്സിൽ അവൻ തോറ്റുപോയി, അല്ലെങ്കിൽ 2ാം സ്ഥാനത്തായി, അല്ലെങ്കിൽ പിന്തള്ളപ്പെട്ടു. ആ ഒരു കാര്യം നമുക്കറിയാൻ കഴിയും. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരു നിമിഷത്തിന്റെ ഒരു മൂല്യം, ആ ഒരു മൂല്യം കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിശ്വാസിക്ക് എന്തെല്ലാം കൃത്യമായി ആ വിശ്വാസിയുടെ ജീവിതത്തിൽ നെയ്തെടുക്കാൻ സാധ്യമാകുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശ്വാസിയുടെ ഓരോ നിമിഷങ്ങളും ഓരോ മാസങ്ങളും വർഷങ്ങളും എത്രത്തോളം അവന്റെ ജീവിതത്തിലെ ആയുസ്സുകൾ മുഴുവനും വിശ്വാസിക്ക് വിലപ്പെട്ടതാണെന്ന് കനപ്പെട്ടതാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അഫ്ളലുന്നാസി സവാബൻ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുള്ളവർ ആർക്കാണെന്നറിയോ? അല്ലാഹുവിന്റെ അടുക്കൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാന്മാരാരാണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് നബി തങ്ങൾ പഠിപ്പിക്കുന്നു, അൽ മുഅ്മിനുൽ മുഅമ്മിറൂ, ദീർഘായുസ്സു ലഭിച്ച മനുഷ്യനത്രേ, ദീർഘായുസ്സു ലഭിച്ച മനുഷ്യനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വിലപ്പെട്ട മൂല്യമുള്ള മനുഷ്യൻ. 90 വയസ്സുവരെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. ഈ 90 വയസ്സുകൊണ്ട് നമുക്ക് എന്ത് സൽക്കർമ്മം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടത്തില് 90, 92, 95, 100 വയസ്സിനൊക്കെ മരിക്കുന്ന എത്രയോ പേരുണ്ട്. അള്ളാഹു നമുക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് ദീർഘായുസ്സിന് മഹത്വമുണ്ട്. ആ ദീർഘായുസ്സിന്റെ മഹത്വം രേഖപ്പെടുത്തുന്നത്
അവന്റെ വർഷങ്ങൾ ഒരുപാട് കാലം ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്നതിലല്ല, മറിച്ച് അവന്റെ ജീവിതത്തിൽ ആ കുറഞ്ഞ കാല ജീവിതമാകട്ടെ, അവന്റെ 100 വയസ്സിനകത്തുള്ള ജീവിതമാകട്ടെ, 100 കഴിഞ്ഞുള്ള ജീവിതമാകട്ടെ, ആ ആയുസ്സിന്റെ ഉള്ളിൽ അവൻ എന്തൊക്കെ സുഹൃതങ്ങൾ ഈ ദുനിയാവിന്റെ ലോകത്ത് ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ചെയ്യാൻ സാധ്യമായി എന്നുള്ളതാണ് റബ്ബ് നോക്കുന്നത്. അള്ളാഹു അത്തരത്തിൽ നമ്മുടെ ആയുസ്സിനെ കൊണ്ട് നന്മയെ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ, വിശ്വാസിയായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവന്റെ മരണസമയമാകുമ്പോൾ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമത്രേ. അവന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ അസ്രായീലിനോട് പറയുന്നൊരു രംഗമുണ്ട്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. അസ്രായീലിനോട് വിലപിക്കുന്ന വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്ന ഒരായത്തുണ്ട്. അസ്രായീലിനോട് വിലപിക്കുന്ന രംഗം വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. റബ്ബേ, ഒരു അല്പസമയം എനിക്കൊന്ന് തരുമല്ലോ. ഇതുവരെയും പള്ളി കയറിയിട്ടില്ല. 75 വയസ്സ് വരെ ഭൂമി ലോകത്ത് ജീവിച്ച മനുഷ്യനാണ്. ഉസ്താദുമാര്, പള്ളി മഹല്ല് കമ്മിറ്റിക്കാര്, നാട്ടുകാര്, പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവര്, കൂട്ടുകാര്, നാട്ടുകാര്, വീട്ടുകാരൊക്കെ പറഞ്ഞു, ഒന്ന് പള്ളി പോകത്തില്ല. അസ്രായീല് വന്നു. അസ്രായീല് വരുന്നു, ദാനധർമ്മം ഒന്ന് ചെയ്യോ, പള്ളിക്ക് വേണ്ടി അത് കൊടുക്കോ. ഒരുപാട് പദ്ധതികളും പരിഷ്കാരങ്ങളും നമ്മുടെ പള്ളിയിൽ നടപ്പിലാക്കുന്നുണ്ട്. കേവലം നിങ്ങൾ കൊടുക്കാനുള്ള കുടിശ്ശിക പോലും പെൻഡിങ്ങിലാക്കി. മഹല്ലിന് വേണ്ടി നിങ്ങൾ കൊടുക്കാനുള്ള കുടിശ്ശിക പോലും പെൻഡിങ്ങിലാണ്. ഒന്ന് കൊടുക്കൂ. പലരും ചോദിച്ചു, പ്രസിഡന്റ് വന്ന് ചോദിച്ചു, സെക്രട്ടറി ചോദിച്ചു, പള്ളിക്ക് പിന്നെ പൈസ, പിന്നെ പള്ളിക്കോ പൈസ ചോദിച്ചു മടുത്തു. അവന്റെ അക്കൗണ്ടിൽ അത് കടമായി മാറി. അവന്റെ അക്കൗണ്ടിൽ ഒരു കടമായി മാറി. നാളെ മരണശേഷം എത്ര നമസ്കാരമുള്ളവരാണെങ്കിലും ഇബാദത്തുള്ളവരാണെങ്കിലും കടക്കാരനായി മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ ഉള്ളിൽ നിന്നും അവന്റെ നന്മകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയില്ല എന്ന് മുഖ്ബിറെ സ്വാദിഖ് മുഹമ്മദ് മുസ്തഫ. അത് വ്യക്തികൾ തമ്മിലുള്ള കടമാണെങ്കിലും പള്ളികൾ തമ്മിലുള്ള കടമാണെങ്കിലും അത് കുടിശ്ശികയാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ അക്കൗണ്ടിൽ കടമായിട്ടുണ്ടോ, ആ കടം വീടപ്പെടുന്നതുവരെ നിങ്ങളുടെ ഖബറിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഹബീബ് നബി തങ്ങൾ മയ്യത്ത് നമസ്കരിക്കാത്ത ഒരു വിഭാഗം ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിൽ വിശുദ്ധമായ ഹദീസ് കാണാം. അള്ളാന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയുടെ മയ്യത്ത് കൊണ്ടുവച്ചു. സ്വഹാബാക്കൾ നബി തങ്ങളുടെ അടുക്കലേക്ക് പോയി പറഞ്ഞു, നബിയെ, മയ്യത്ത് വന്നിട്ടുണ്ട്, മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി അങ്ങ് കടന്നു വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നിട്ട് പെട്ടെന്ന് മധ്യഭാഗത്തെത്തി പോങ്ങ് നിന്നു. സ്വഹാബത്തിനോട് ചോദിച്ചു, ഈ മയ്യത്തിന് കടമുണ്ടോ സ്വഹാബ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, 2 ദീനാർ ഉണ്ട് നബിയെ, 2 ദീനാർ കടമുണ്ട് നബിയെ. അള്ളാന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ നിങ്ങൾ നമസ്കരിക്കോ. അള്ളാന്റെ ഹബീബ് പിന്മാറിപ്പോയി. ഉടൻ തന്നെ അവിടെ വന്ന പ്രമുഖനായ ഒരു സ്വഹാബി വര്യൻ ആ സദസ്സിൽ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി നിൽക്കുകയാണ്. ആ സ്വഹാബി വര്യൻ അള്ളാന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആ മനുഷ്യന്റെ 2 ദീനാർ കടം ഞാൻ വീട്ടിക്കൊള്ളാം നബിയേ. 2 ദീനാർ കടം ഞാൻ വീട്ടിക്കൊള്ളാം നബിയേ. മറ്റൊരു സ്വഹാബി വര്യൻ ആ കടം ഏറ്റെടുത്തു. ആ പ്രിയപ്പെട്ട സ്വഹാബി വര്യന്റെ കടം വീടാൻ വേണ്ടി തയ്യാറായപ്പോ അള്ളാന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിന്റെ മുന്നിൽ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി മയ്യത്തിന് വേണ്ടി തയ്യാറായി. പിറ്റേ ദിവസം വാഗ്ദാനം ചെയ്ത കടം ഏറ്റെടുത്ത സ്വഹാബിയെ 2ാമത്തെ ദിവസം കണ്ടപ്പോ അള്ളാന്റെ ഹബീബ് നബി തങ്ങൾ ചോദിച്ചു, സ്വഹാബി, ആ മനുഷ്യന്റെ കടം എന്ത് ചെയ്തു? റസൂലേ, ഇന്നലെ അങ്ങോട്ട് മരിച്ചല്ലേ ഉള്ളൂ നബിയെ, ഇന്നലെ അങ്ങോട്ട് മരിച്ചല്ലേ ഉള്ളൂ, എനിക്ക് സമയം കിട്ടിയിട്ടില്ല റസൂലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും മിണ്ടിയില്ല. 3ാമത്തെ ദിവസവും അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, ആ മനുഷ്യനോട് ചോദിച്ചു, കടം വീടാൻ വേണ്ടി ഏറ്റ സ്വഹാബിയോട് ചോദിച്ചു, ആ മനുഷ്യന്റെ കടം എന്തായി? റസൂലേ, ഞാൻ ഇന്നലെ അത് വീട് റസൂലേ,
ഇന്നലെ ഞാൻ അത് കടം വീടിയിട്ടുണ്ട് റസൂലേ. അള്ളാഹിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ഥലത്തു വെച്ച് ഒപ്പു പറഞ്ഞു. ഇപ്പോഴാണ് ആ ഖബറാളിക്ക് സമാധാനം ലഭിച്ചിട്ടുള്ളത്. ആ കടം വീടിയ സമയത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഖബറാളിക്ക് സമാധാനമുണ്ടായത് എന്ന് അള്ളാഹിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പള്ളിയിലെ കടമല്ലേ, കുടിശ്ശികയല്ലേ, അതൊക്കെ ആരെങ്കിലും ഒക്കെ അങ്ങ് വീടിക്കൊള്ളും എന്ന് പറയുന്ന ധാരണ ശരിയല്ല. ഇത് വ്യക്തികൾ തമ്മിലുള്ള കടമാണെങ്കിലും 1 രൂപയുടെ കടമാണെങ്കിലും കടം അപകടമാണ്. നാളെ ഖബറിൽ നമുക്കത് ചോദ്യം ചെയ്യപ്പെടും. നമുക്ക് നമ്മുടെ നന്മകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടില്ല. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതുപോലെ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സാലിഹീൻ. അല്ലാഹുവേ, ഒരല്പസമയം എനിക്കൊന്നു തരണേ അല്ലാ. എന്നോട് പള്ളിക്കാർ എത്രയോ നാളുകൊണ്ട് കുടിശ്ശിക ചോദിക്കുന്നു റബ്ബേ. എന്റെ കുടുംബാദികൾക്ക് ഞാൻ കൊടുക്കാനുള്ള എത്രയോ മാത്രം കാശുകൾ എന്നോട് ചോദിച്ചു റബ്ബേ. എന്റെ വസ്തുവകകൾ വിറ്റിട്ട് ഞാൻ എന്റെ കുടിശ്ശികളും എന്റെ കടങ്ങളും ഒക്കെ തീർത്തിട്ട് റബ്ബേ, ഞാൻ സ്വതക്ക ചെയ്യാം, സക്കാത്ത് കൊടുക്കാം, ദാനധർമ്മം ചെയ്യാം, ഞാൻ പള്ളിയിൽ പോയി നമസ്കരിച്ചു കൊള്ളാമല്ലാ എന്ന് കിടക്കുന്ന മനുഷ്യൻ, മരണാസന്നനായി കിടക്കുന്ന മനുഷ്യൻ വിലപിച്ച് പറയുമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2025 കാലുകുത്താൻ വേണ്ടി പാദമൂന്നാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ 2025 പ്രവേശിക്കുമെന്ന് എനിക്കോ നിങ്ങൾക്കോ തീർച്ചപ്പെടുത്താൻ കഴിയുമോ? 2024 തീരോ എന്ന് തന്നെ നമുക്കറിയില്ല. എന്റെ നാട്ടില് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു 3 മരണം നടന്നു. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മാതാവ്, ആ മാതാവ് പ്രായമുള്ള സ്ത്രീയാ. ആ മാതാവ് മരണപ്പെട്ടു. 40-ന്റെ അന്ന് ഉസ്താദ് വീട്ടിലേക്ക് ലോഹർ നമസ്കാരത്തും കഴിഞ്ഞിട്ട് ദുആക്ക് വേണ്ടി 40-ന്റെ ആ മാതാവ് മരണപ്പെട്ട് 40-ന്റെ ദുആക്ക് വേണ്ടി ഉസ്താദ് വന്നു ദുആ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി. അപ്പൊ മകൾ അവിടെ അടുത്തുണ്ട്. മകൾ ഉജീനം കൊടുക്കാൻ വേണ്ടി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ദുആക്ക് വേണ്ടി കസേരയിൽ വന്ന് ഇരിക്കുകയാണ്. ഉസ്താദ് ദുആക്ക് വന്നിട്ടുണ്ട്. ഉസ്താദ് എല്ലാം ഓതിക്കഴിഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി തയ്യാറായി വന്നപ്പോ ഈ ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞ് കട്ട് ചെയ്തിട്ട് ദുആക്ക് വേണ്ടി കാത്തിരുന്ന മകൾ ദുആക്ക് വേണ്ടി കൈ ഉയർത്തുന്നതിന് മുമ്പ് ഒരൊറ്റ ശ്വാസം വലി മരിച്ചു. ഉമ്മയുടെ 40-ന്റെ അന്ന് മകൾ മരണപ്പെട്ടു. ആ മകളുടെ ഭർത്താവ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ അത്ഭുതപ്പെട്ട ഒരു മരണമായിരുന്നു. കാരണം വളരെ കഷ്ടപ്പാടോടുകൂടി ഈ ലാസ്റ്റ് മരണപ്പെട്ട പിതാവ്, ഞാൻ പറയാൻ പോകുന്ന പിതാവ് പള്ളിയിൽ മുഅദ്ദിനായിട്ട് ജോലി ചെയ്തവരാണ്. വളരെ സാധുവായിരുന്നു. അവിടെയുള്ള KMOF-ന്റെ സന്നദ്ധ പ്രവർത്തകര് വീട് നിർമ്മാണത്തിന് വേണ്ടി സാമ്പത്തിക സ്വരൂപണം നടത്തി വീട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട മുഅദ്ദിൻ തന്റെ ഭാര്യ മരിച്ചു 40-ന്റെ അന്ന്, 40-ന്റെ തലേ ദിവസം കടയിൽ പോയി ഭാര്യയുടെ 40-ന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് 40 നടത്തി പിറ്റേ ദിവസം ആ ഭർത്താവ് മരണപ്പെട്ടു പോയി. ഒന്ന് ചിന്തിച്ചു നോക്കി, എന്ത് അത്ഭുതം! അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ആരും പ്രതീക്ഷിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതുപോലെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി നാം മുൻപന്തിയിലാകണം. നമ്മുടെ ബാധ്യതകളൊക്കെ പരിപൂർണമായി സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള ബാധ്യതകൾ പരിപൂർണമായി നിർവഹിച്ചുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ ഇഷ്ടപ്പെട്ട സമയം, ഏതു സമയം പോകാൻ അള്ളാഹു നമ്മെ വിളിച്ചാലും ഇഷ്ടപ്പെട്ട രീതിയിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് വേണം. ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ മറ്റുള്ളവർ വിലപിക്കാൻ പാടില്ല. എനിക്ക് അയാൾ 50,000 രൂപ തരാനുണ്ടായിരുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടക്കാരനായി മരിക്കുന്നതിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടതിന് ശേഷം പള്ളിക്കാര് പറയും, അയാൾക്ക് ഒരുപാട് കുടിശ്ശികയുണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാകരുതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സമയത്തിന് മൂല്യമുണ്ട്. നമ്മുടെ സമയത്തിനും നമ്മുടെ സമ്പത്തിനും അള്ളാഹു നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങൾക്ക് മൂല്യമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു കാര്യത്തിൽ എല്ലാവരും ജാഗ്രതയോടുകൂടി മുന്നേറുക. അള്ളാഹു തആല നമുക്ക് നൽകുന്ന ദിവസങ്ങളിലും മണിക്കൂറുകളിലും നിമിഷങ്ങളിലും സെക്കൻഡുകളിലും ഒക്കെ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൂടുതലായി ഒന്നും പറയുന്നില്ല. 2025 പിറക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അധാർമികതയുടെ പേക്കൂത്തുകളും അധാർമികതയുടെയും അശ്ലീലതയുടെയും മേച്ചിൽപ്പുറങ്ങൾ തേടി പോകേണ്ടവരുമല്ല വിശ്വാസി എന്ന് പറയുന്നത്. കൃത്യമായി അള്ളാഹു ഒരു മനുഷ്യന് നൽകിയിട്ടില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അള്ളാഹു നാം ഓരോരുത്തരും പറയാറുണ്ട്, ഞാനും പറയാറുണ്ട്, നിങ്ങളും പറയാറുണ്ട്, അള്ളാഹു എനിക്ക് ഒരു വയസ്സ് കൂടി കൂടി എന്ന് പറയാറുണ്ട്.
2025 പ്രവേശിക്കുന്ന നാം ഓരോരുത്തരും ഒരു പക്ഷേ 30 വയസ്സോ 40 വയസ്സോ 50 വയസ്സോ ഉള്ള ആള് പറയും എനിക്ക് 51 വയസ്സായി, ചിലപ്പോ 31 വയസ്സായി എന്ന് പറയും, ചിലപ്പോ 25 വയസ്സായി എന്ന് പറയും. ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോ നമ്മുടെ വയസ്സ് കൂടുകയില്ല, കുറയുകയാ ചെയ്യുന്നത്. ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ ആയുസ് കൂടുകയില്ല, കുറയുകയാണ് ചെയ്യുന്നത്. 51 വയസ്സ്, 60 വയസ്സിൽ മരണം നിശ്ചയിക്കപ്പെട്ട ഒരു മനുഷ്യന് പിന്നെ 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എത്ര വർഷം കൂടിയുണ്ട്? ആയുസ്സിലേക്ക് നാം അടുത്തു, ആയുസ് കൂടി എന്ന് പറയാൻ ഒരുപക്ഷെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു ആയുസ് കൂട്ടിയിട്ടല്ല, ആയുസ് കുറയ്ക്കുക. നമ്മുടെ ആയുസ് മരണത്തിലേക്ക് നാം വീണ്ടും അടുക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.